ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആനുകാലികം. പലിശക്കാർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഷൈലോക്ക് 2. പലിശക്കാർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഷൈലോക്ക് 2. അന്താരാഷ്ട്ര പുസ്തകോത്സവം വേദി കൊച്ചി. എവിടെയാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവം വേദി? കൊച്ചി. ലോക ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ തുടർച്ചയായി 7 തവണ ഇടം പിടിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ CH സുരേഷ്. ലോക ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ തുടർച്ചയായി 7 തവണ ഇടം പിടിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ CH സുരേഷ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. 2025 ജനസംഖ്യാ പ്രൊജക്ഷൻ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ജില്ലയാണ് നോർത്ത് 24 പർഗാനാസ്, പശ്ചിമ ബംഗാൾ. 2025 ജനസംഖ്യാ പ്രൊജക്ഷൻ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ജില്ലയാണ് നോർത്ത് 24 പർഗാനാസ്, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ജില്ല 2025 കണക്കുകൾ പ്രകാരം. ഒന്നുകൂടി പറയാം, ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ജില്ല ഏതാണ്? നോർത്ത് 24 പർഗാനാസ് ആണ്. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ്. അടുത്ത ചോദ്യം, ടൈം മാസികയുടെ ഏറ്റവും സ്വാധീനമുള്ള 100 കാലാവസ്ഥാ നേതാക്കളുടെ പട്ടികയിൽ അടുത്തിടെ ആരെയാണ് ഉൾപ്പെടുത്തിയത്? അത് സോനം വാങ്ചുക്കിനെയാണ്. ടൈം മാസികയുടെ ഏറ്റവും സ്വാധീനമുള്ള 100 കാലാവസ്ഥാ നേതാക്കളുടെ പട്ടികയിൽ അടുത്തിടെ ഉൾപ്പെടുത്തിയത് സോനം വാങ്ചുക്കിനെ. തെരുവുനായ്ക്കളെ വന്ധീകരിച്ച് ഷെൽട്ടറിൽ പാർപ്പിക്കണമെന്ന് വിധി പുറപ്പെടുവിച്ചത് സുപ്രീം കോടതി. തെരുവുനായ്ക്കളെ വന്ധീകരിച്ച് ഷെൽട്ടറിൽ പാർപ്പിക്കണമെന്ന് വിധി പുറപ്പെടുവിച്ചത് സുപ്രീം കോടതി. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ആധുനിക ജനിതകശാസ്ത്രത്തിന് തറക്കല്ലിട്ട കണ്ടുപിടുത്തത്തിലൂടെ ശ്രദ്ധേയനായ ജെയിംസ് ഡി വാട്സൺ അന്തരിച്ചു. അദ്ദേഹത്തിന് 97 വയസ്സായിരുന്നു. ആധുനിക ജനിതകശാസ്ത്രത്തിന് തറക്കല്ലിട്ട കണ്ടുപിടുത്തത്തിലൂടെ ശ്രദ്ധേയനായ ജെയിംസ് ഡി വാട്സൺ അന്തരിച്ചു. സിമ്പിളായിട്ട് ജെയിംസ് വാട്സൺ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. DNA ഘടന കണ്ടുപിടിച്ചവരിൽ ഒരാളും നോബൽ ജേതാവുമായ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് വാട്സൺ. ജെയിംസ് വാട്സന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അദ്ദേഹം DNA ഘടന കണ്ടുപിടിച്ചവരിൽ ഒരാളാണ്, നോബൽ സമ്മാന ജേതാവാണ്, അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. DNA ഘടന കണ്ടുപിടിച്ചവരിൽ ഒരാളാണ്, നോബൽ ജേതാവാണ്, അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. ഇവിടെ തീരുന്നില്ല. 1953 DNA ഇരട്ട പിരിയൻ ഗോവണി ഘടന അഥവാ ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടുപിടിച്ചത്. 1953 ഇദ്ദേഹവും സംഘവും DNA ഇരട്ട പിരിയൻ ഗോവണി ഘടന അഥവാ ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടുപിടിച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ 25ാമത്തെ വയസ്സിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലേ, ഇത്രയും വലിയൊരു കാര്യം കണ്ടുപിടിച്ചു. 25ാമത്തെ വയസ്സിൽ DNA ഇരട്ട പിരിയൻ ഗോവണി ഘടന അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ് മോഡൽ, ചിലപ്പോൾ PSC പരീക്ഷ പേപ്പറിൽ ഉണ്ടാവില്ലേ, ഡബിൾ ഹെലിക്സ് മോഡലിന് നേരിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഈ രീതിയിൽ DNA ഇരട്ട പിരിയൻ ഗോവണി ഘടന അല്ലെങ്കിൽ DNA ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടുപിടിച്ചു 1953. ഇതിനാണ് 1962 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരായ ഫ്രാൻസിസ് ക്രിക്കിനും മൗറിസ് വിൽക്കീൻസിനുമൊപ്പം ജെയിംസ് വാട്സന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ നോബൽ സമ്മാനം ഇദ്ദേഹത്തിന് ലഭിച്ചത് 1962. അതിന് കാരണം എന്താണ്? ഈ DNA ഡബിൾ ഹെലിക്സ് മോഡലാണ് ഇദ്ദേഹത്തെ നോബൽ സമ്മാനത്തിന് അർഹനാക്കിയത്. ഇദ്ദേഹം ഒറ്റയ്ക്കല്ല, ആരൊക്കെ ഉണ്ടായിരുന്നു? ഫ്രാൻസിസ് ക്രിക്കും മൗറിസ് വിൽക്കീൻസിനുമൊപ്പമാണ് ഇദ്ദേഹം വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം പങ്കിട്ടത്. അതുപോലെ തന്നെ ബയോടെക്നോളജി, ജനിതക എഞ്ചിനീയറിംഗ്, ജീൻ തെറാപ്പി, ജനിതക പരിശോധന, DNA ഫിംഗർ പ്രിൻറ്റിംഗ്, ജീൻ എഡിറ്റിംഗ് തുടങ്ങിയവയുടെ മുന്നേറ്റത്തിന് ഈ കണ്ടുപിടുത്തം കാരണമായി. അതായത് DNA ഈ ഡബിൾ ഹെലിക്സ് മോഡൽ ഉണ്ടല്ലോ, അത് ബയോടെക്നോളജി, ജനിതക എഞ്ചിനീയറിംഗ്, ജീൻ തെറാപ്പി, ജനിതക പരിശോധന, DNA ഫിംഗർ പ്രിൻറ്റിംഗ്, ജീൻ എഡിറ്റിംഗ് തുടങ്ങിയവയുടെ മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എത്ര പ്രത്യേകതയുള്ളതാണെന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ സമൂഹത്തിൽ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ
ഈ DNA ഡബിൾ ഹെലിക്സ് മോഡൽ ഇതിനൊക്കെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇതിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചത്. അതുപോലെ 1968 ഡബിൾ ഹെലിക്സ് എന്ന ഓർമ്മക്കുറിപ്പ് കൂടി ഇദ്ദേഹം പുറത്തിറക്കി. 1968 ഡബിൾ ഹെലിക്സ് എന്ന ഓർമ്മക്കുറിപ്പ് പുറത്തിറക്കി. ഇനി വാട്സനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്, പിന്നൊന്ന് ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് എന്നുള്ളത്, അതുപോലെ DNA ഡബിൾ ഹെലിക്സ് മോഡൽ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ 1968 ഡബിൾ ഹെലിക്സ് എന്ന ഓർമ്മക്കുറിപ്പ്. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ഡബിൾ ഹെലിക്സ്. അതുപോലെ മനുഷ്യ ജനിതക വ്യവസ്ഥയെ സമഗ്രമായി മനസ്സിലാക്കാനും രേഖപ്പെടുത്താനുമുള്ള വൻ ഗവേഷണ ശ്രമമായ ഹ്യൂമൻ ജീനോം പദ്ധതിയിൽ അംഗമായിരുന്നെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പിന്നീട് അതിൽ നിന്ന് പടിയിറങ്ങി. അതായത് നമ്മുടെ വാട്സൺ ഹ്യൂമൻ ജീനോം പദ്ധതിയിൽ അംഗമായിരുന്നു, എന്നാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അദ്ദേഹം അതിൽ നിന്ന് പിന്നീട് പടിയിറങ്ങിയാണ് ഉണ്ടായത്. ജസ്റ്റ് ആലോചിച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാട്സനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹൈക്കോടതി മുൻ ജഡ്ജിയും സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായിരുന്ന ജസ്റ്റിസ് കെ ജോൺ മാത്യു അന്തരിച്ചു. 93 വയസ്സായിരുന്നു. ഹൈക്കോടതി മുൻ ജഡ്ജിയും സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായിരുന്ന ജസ്റ്റിസ് കെ ജോൺ മാത്യു അന്തരിച്ചു. അദ്ദേഹത്തിന് 93 വയസ്സായിരുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1989 209 പ്രവൃത്തി ദിനങ്ങളിലായി 28,221 കേസുകൾ തീർപ്പാക്കി ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ന്യായാധിപനാണ്. ഇനി ഈ കണക്കുകളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഇത്ര ആലോചിച്ച് നോക്കുക, ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ന്യായാധിപനാണ് ജസ്റ്റിസ് കെ ജോൺ മാത്യു. അടുത്ത ചോദ്യം. മത്സ്യ മേഖലയിലെ ഗവേഷണ സംവിധാനങ്ങളിൽ ഉപഗ്രഹാധിഷ്ഠിത സമുദ്രപഠനം അനിവാര്യമാണെന്ന് അഭിപ്രായപ്പെട്ട മുൻ ISRO ചെയർമാനാണ് എസ് സോമനാഥ്. മത്സ്യമേഖലയിലെ ഗവേഷണ സംവിധാനങ്ങളിൽ ഉപഗ്രഹാധിഷ്ഠിത സമുദ്രപഠനം അനിവാര്യമാണെന്ന് അഭിപ്രായപ്പെട്ട മുൻ ISRO ചെയർമാനാണ് എസ് സോമനാഥ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്ത് പറഞ്ഞേ, ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ്? കുറച്ച് സമയം തരാം. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ്? കിട്ടിയോ? വി നാരായണൻ. ആരാണ്? നിലവിലെ ISRO ചെയർമാനാണ് വി നാരായണൻ. അടുത്ത ചോദ്യം. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത്, നമുക്കറിയാം കേരളത്തിൻ്റെ 3ാമത് വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇന്ന് കേരളത്തിൻ്റെ 3ാം വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്തു. കേരളത്തിൻ്റെ 3ാമത്തെ വന്ദേ ഭാരതാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത്. ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്തത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടല്ല ചെയ്തത്, അദ്ദേഹം ഓൺലൈനായിട്ടാണ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. ഓൺലൈനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ 3ാമത് വന്ദേ ഭാരത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക, 3ാമത് വന്ദേ ഭാരത്. അടുത്ത ചോദ്യം. അടുത്തത് ആഗോള പട്ടിണി സൂചികയെക്കുറിച്ചിട്ടാണ്. പലപ്പോഴും PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ആലോചിച്ച് പഠിച്ച് വെക്കുക. ആഗോള പട്ടിണി സൂചിക. ലോകത്ത് പട്ടിണിയേറിയ രാജ്യങ്ങളുടെ ആഗോള പട്ടിണി സൂചിക പുറത്തിറങ്ങി. 127 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102 ആണ്. 127 രാജ്യങ്ങളുടെ പട്ടികയാണ്, അതിൽ ഇന്ത്യയുടെ സ്ഥാനം 102. കഴിഞ്ഞ വർഷത്തേക്കാൾ 3 റാങ്ക് മെച്ചപ്പെട്ടു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3 റാങ്ക് ഇന്ത്യക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് പട്ടിണിയേറിയ രാജ്യങ്ങളുടെ ആഗോള പട്ടിണി സൂചിക പുറത്തിറങ്ങി. 127 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102 ആണ്. പട്ടികയിൽ ഏറ്റവും അവസാനം നിൽക്കുന്നത് സൊമാലിയയാണ്. അടുത്ത ചോദ്യം. കോളിൻസ് നിഘണ്ടുവിൻ്റെ ഇക്കൊല്ലത്തെ വാക്ക് വൈബ് കോഡിംഗ്. കോളിൻസ് നിഘണ്ടുവിൻ്റെ 2025 വാക്കായി തിരഞ്ഞെടുത്തത് വൈബ് കോഡിംഗ് എന്ന് പറയുന്ന വാക്കിനെയാണ്. വൈബ് കോഡിംഗ്, വെബ് കോഡിംഗ് ഒന്നല്ല കേട്ടോ, വൈബ് കോഡിംഗ്. ഫെബ്രുവരിയിൽ ഓപ്പൺ AI സഹസ്ഥാപകനായ ആൻഡ്രേജ് കാർപതിയാണ് ഈ പദം ഉപയോഗിച്ചത്. ഫെബ്രുവരിയിൽ ഓപ്പൺ AI സഹസ്ഥാപകനായ ആൻഡ്രേജ് കാർപതിയാണ് ഈ പദം ഉപയോഗിച്ചത്.
അടുത്ത ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയുടെ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ മാതൃക സ്വീകരിക്കുന്ന രാജ്യമാണ് എത്യോപ്യ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയുടെ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ മാതൃക സ്വീകരിക്കുന്ന രാജ്യമാണ് എത്യോപ്യ. അടുത്ത ചോദ്യം, തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് അംഗീകാരം നൽകിയത് പിണറായി വിജയൻ. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് അംഗീകാരം നൽകിയത് പിണറായി വിജയൻ. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആയിരിക്കും. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ്. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് അംഗീകാരം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുപോലെ ഈ പദ്ധതി നടപ്പാക്കുന്നത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആയിരിക്കും. മെട്രോ റൂട്ടിന് 31 കിലോമീറ്റർ ദൂരമുണ്ടാകും. തിരുവനന്തപുരം മെട്രോ റൂട്ടിന് 31 കിലോമീറ്റർ ദൂരമുണ്ടാകും. അതുപോലെ ഈ റൂട്ടിൽ ആകെ 27 സ്റ്റേഷനുകൾ ഉണ്ടാകും. ഈ റൂട്ടിൽ ആകെ എത്ര സ്റ്റേഷൻ ഉണ്ടാവും? 27 സ്റ്റേഷൻ ഉണ്ടാവും. 31 കിലോമീറ്റർ ദൂരം, റൂട്ടിൻ്റെ ദൂരം 31 കിലോമീറ്റർ, റൂട്ടിൽ ആകെ 27 സ്റ്റേഷനുകൾ. അതുപോലെ പദ്ധതി പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് ഈഞ്ചക്കല്ലിൽ അവസാനിക്കും. പദ്ധതി എവിടെ നിന്ന് ആരംഭിക്കുന്നത്? പാപ്പനംകോട് നിന്ന് ആരംഭിക്കും, ഈഞ്ചക്കല്ലിൽ അവസാനിക്കും. ഈ കൊടുത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട്സ് തരുന്ന സമയത്ത് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, വായിച്ച് നോക്കിയാൽ മതി. അതുപോലെ പ്രൊജക്റ്റ് സൺ ക്യാച്ചർ എന്താണെന്ന് നോക്കാം അല്ലേ. ബഹിരാകാശത്ത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന AI ഡേറ്റാ സെൻ്ററുകൾ നിർമ്മിക്കാനുള്ള ഗൂഗിൾ അനാച്ഛാദനം ചെയ്ത പദ്ധതിയാണ് പ്രൊജക്റ്റ് സൺ ക്യാച്ചർ. ബഹിരാകാശത്ത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന AI ഡാറ്റാ സെൻ്ററുകൾ നിർമ്മിക്കാനുള്ള ഗൂഗിൾ അനാച്ഛാദനം ചെയ്ത പദ്ധതിയാണ് പ്രൊജക്റ്റ് സൺ ക്യാച്ചർ. അപ്പോൾ ഇതൊരു ഗൂഗിളിൻ്റെ പദ്ധതിയാണ് പ്രൊജക്റ്റ് സൺ ക്യാച്ചർ. സൂര്യൻ മുഴുവൻ ഗ്രഹത്തേക്കാളും 100 ട്രില്യൺ മടങ്ങ് കൂടുതൽ ഊർജം പുറപ്പെടുവിക്കുന്നുവെന്നും ബഹിരാകാശത്ത് സോളാർ പാനലുകൾക്ക് ഭൂമിയിലേതിനേക്കാൾ 8 മടങ്ങ് കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും രാത്രികാലങ്ങളോ കാലാവസ്ഥയോ ഇടപെടാതെ അവ ഏതാണ്ട് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുവെന്നും ഗൂഗിൾ വിശദീകരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഗൂഗിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് തരുന്ന സമയത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അതുപോലെ രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വീണ്ടും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഇതിഹാസമാണ് സുനിൽ ഛേത്രി. രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വീണ്ടും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഇതിഹാസമാണ് സുനിൽ ഛേത്രി. അമേരിക്കയിലെ പ്രശസ്തമായ ലോസ് ഏഞ്ചൽസ് അക്കാഡമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു ഇന്ത്യൻ സിനിമയാണ് ബ്രഹ്മയുഗം. അമേരിക്കയിലെ പ്രശസ്തമായ ലോസ് ഏഞ്ചൽസ് അക്കാഡമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു ഇന്ത്യൻ സിനിമയാണ് ബ്രഹ്മയുഗം. ഇന്ത്യൻ സിനിമയാണ്. കൂട്ടത്തിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ, മലയാള സിനിമയാണ് ബ്രഹ്മയുഗം അല്ലേ. മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം നമ്മുടെ മലയാള സിനിമ. അതുപോലെ മ്യൂസിയത്തിലെ വേർ ദി ഫോറസ്റ്റ് മീറ്റ് ദി സീ പരമ്പരയിൽ ഫെബ്രുവരി 12-നാണ് ഇത് പ്രദർശിപ്പിക്കുക. മ്യൂസിയത്തിലെ വേർ ദി ഫോറസ്റ്റ് മീറ്റ് ദി സീ പരമ്പരയിൽ ഫെബ്രുവരി 12-നാണ് ഇത് പ്രദർശിപ്പിക്കുക. അതുപോലെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകന് രാഹുൽ സദാശിവനാണ്. ബ്രഹ്മയുഗം സംവിധാനം ചെയ്തത് രാഹുൽ സദാശിവനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ അടുത്തിടെയായിട്ട് റിലീസ് വരെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്ത ചോദ്യം, പാരാ ആർച്ചറി വിഭാഗത്തിൽ നിന്നും രാജ്യാന്തര മത്സരത്തിനുള്ള ദേശീയ ടീമിൽ ഇടം നേടിയ ആദ്യ വ്യക്തിയാണ് ശീതൾ ദേവി. പാരാ ആർച്ചറി വിഭാഗത്തിൽ നിന്നും രാജ്യാന്തര മത്സരത്തിനുള്ള ദേശീയ ടീമിൽ ഇടം നേടിയ ആദ്യ വ്യക്തിയാണ് ശീതൾ ദേവി. പാരാ ആർച്ചറിയിൽ ഇന്ത്യയുടെ ആദ്യ വനിതാ ലോക ചാമ്പ്യനാണ് ശീതൾ ദേവി. പാരാ ആർച്ചറിയിൽ ഇന്ത്യയുടെ ആദ്യ വനിതാ ലോക ചാമ്പ്യനാണ് ശീതൾ ദേവി. ശീതൾ ദേവി ഏഷ്യ കപ്പ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടി. അതാണിപ്പോൾ പറഞ്ഞത്. ശീതൾ ദേവി ഏഷ്യ കപ്പ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടി. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇരു കൈകളുമില്ലാതെ കാലുകൊണ്ട് ഞാൺ വലിക്കുന്ന ജമ്മു കാശ്മീർ സ്വദേശിനി 60-ലേറെ താരങ്ങൾ പങ്കെടുത്ത സെലക്ഷൻ ട്രയൽസിൽ വിജയിച്ചാണ് ഇന്ത്യൻ ജനറൽ
ടീമിൽ സ്ഥാനമുറപ്പിച്ചത്. ഇരു കൈകളുമില്ലാതെ കാലുകൊണ്ട് ഞാൻ വലിക്കുന്ന ജമ്മുകാശ്മീർ സ്വദേശിനി 60-ലേറെ താരങ്ങൾ പങ്കെടുത്ത സെലക്ഷൻ ട്രയൽസിൽ വിജയിച്ചാണ് ഇന്ത്യൻ ജനറൽ ടീമിൽ സ്ഥാനമുറപ്പിച്ചത്. നമുക്കൊക്കെ ഒരു പ്രചോദനമാണല്ലേ. അതുപോലെ 18-കാരിയായ ശീതൾ 2024 പാരീസ് പാരാലിമ്പിക്സിൽ ആർച്ചറി മിക്സഡ് കോമ്പൗണ്ട് ഇനത്തിൽ വെങ്കലം നേടിയിരുന്നു. 18-കാരിയായ ശീതൾ 2024 പാരീസ് പാരാലിമ്പിക്സിൽ ആർച്ചറി മിക്സഡ് കോമ്പൗണ്ട് ഇനത്തിൽ വെങ്കലം നേടിയിരുന്നു. അപ്പോൾ ശീതൾ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്, ഒരു പ്രചോദനമാണ് അല്ലേ. ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. നമ്മളിപ്പോൾ PSC നമുക്കൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴും ഇവരെ പോലുള്ള താരങ്ങൾ അല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയ നിലയിലെത്തുന്നത്. അപ്പം നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല? അപ്പം നമുക്കും പറ്റും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ജോലി നേടുക. ചൈനയുടെ ഏറ്റവും പുതിയതും മൂന്നാമത്തേതുമായ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. ചൈനയുടെ ഏറ്റവും പുതിയതും മൂന്നാമത്തേതുമായ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ബുധനാഴ്ചയാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത്. ചൈനീസ് പ്രസിഡൻ്റായിട്ടുള്ള ഷീ ജിൻപിങ് ബുധനാഴ്ചയാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത്. പൂർണ്ണമായും രാജ്യത്ത് തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. പൂർണ്ണമായും രാജ്യത്ത് തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം വരാം, തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. അതുപോലെ 2018 കപ്പലിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. 2018 കപ്പലിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. ഇന്തോ പസഫിക് മേഖലയിലെ ചൈനയുടെ നാവിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഫുജിയാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്താ ഇതിൻ്റെ ലക്ഷ്യം? ഇന്തോ പസഫിക് മേഖലയിലെ ചൈനയുടെ നാവിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഫുജിയാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ നോട്ട് നിരോധനം ഏർപ്പെടുത്തിയത് 2016 നവംബർ 8 2016 നവംബർ 8 ഇന്ത്യയിൽ നോട്ട് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായത്. അപ്പോൾ നവംബർ 8 എന്ന് പറയുന്നത് ഇന്നല്ലേ. അപ്പോൾ ഇന്ന് രാജ്യത്തെ നോട്ട് നിരോധനത്തിന് 9 വർഷം തികയാണ്. രാജ്യത്തെ നോട്ട് നിരോധനത്തിന് ഇന്നത്തേക്ക് 9 വർഷം തികയാണ്. 2016 നവംബർ 8 അവസാനമായി ഇന്ത്യയിൽ നോട്ട് നിരോധനം ഏർപ്പെടുത്തിയത്. വാഹന ഉടമസ്ഥാവകാശം മാറിയതുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം നിഷേധിക്കാനാവില്ല എന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് കേരള ഹൈക്കോടതി. വാഹന ഉടമസ്ഥാവകാശം മാറിയതുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം നിഷേധിക്കാനാവില്ല എന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് കേരള ഹൈക്കോടതിയാണ്. വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറിയതുകൊണ്ടോ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാത്തതുകൊണ്ടോ മാത്രം ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം നിഷേധിക്കാൻ കഴിയില്ലെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കി. എന്താണോ ഇത് ഉദ്ദേശിച്ചത് അത് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനാകുന്ന മുൻ ചീഫ് സെക്രട്ടറിയാണ് കെ ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനാകുന്നത് കെ ജയകുമാറാണ്. ഇദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനാകുന്നത് ആരാണ്? കെ ജയകുമാറാണ്. ഇദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. പോലീസ് പരിശീലന ക്യാമ്പുകളിൽ പോലീസുകാർക്ക് ഭഗവത്ഗീത പാരായണം നിർബന്ധമാക്കിയ സംസ്ഥാനം മധ്യപ്രദേശ്. പോലീസ് പരിശീലന ക്യാമ്പുകളിൽ പോലീസുകാർക്ക് ഭഗവത്ഗീത പാരായണം നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. നമ്മുടെ ക്ലാസ് കാണുന്നവരിൽ ഒരുപാട് പേര് CPOക്കും WCPOക്കൊക്കെ വേണ്ടി പഠിക്കുന്നവരുണ്ടാവും അല്ലേ. നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു ഇത് കൊണ്ടുവന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പുറത്തിറക്കിയ വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ 2025 റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച 10 സഹകരണ സ്ഥാപനങ്ങളിൽ 1ാം സ്ഥാനം നേടിയത് അമുൽ. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പുറത്തിറക്കിയ വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ 2025 റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച 10 സഹകരണ സ്ഥാപനങ്ങളിൽ 1ാം സ്ഥാനം നേടിയത് അമൂലാണ്. അതുപോലെ 2ാം സ്ഥാനം നേടിയത് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് IFFCO. 2ാം സ്ഥാനം നേടിയത് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് IFFCO. ICA CM50 കോൺഫറൻസ് വേദി ഖത്തറിലെ ദോഹ.
ഈ ICACM50 കോൺഫറൻസ് വേദി ഖത്തറിലെ ദോഹയാണ്. ലോ കോളേജുകളിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് പ്രത്യേകം സീറ്റുകൾ അനുവദിച്ച് ഇടക്കാല ഉത്തരവിറക്കിയത് ഏത് സംസ്ഥാന ബാർ കൗൺസിലാണ്? കേരള സംസ്ഥാന ബാർ കൗൺസിലാണ് ലോ കോളേജുകളിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് പ്രത്യേകം സീറ്റുകൾ അനുവദിച്ച് ഇടക്കാല ഉത്തരവ് ഇറക്കിയത്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ്. ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ്. അതുപോലെ അടുത്ത ചോദ്യം, മെക്സിക്കോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ക്ലോഡിയ ഷെയിൻബോം. മെക്സിക്കോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ക്ലോഡിയ ഷെയിൻബോം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ആനുകാലിക ഭാഗത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഞാൻ കുറേ ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഒരു പെന്നും ഒരു പെൻസിലും എടുത്ത്, മീൻസ് ഒരു പെന്നും ഒരു പുസ്തകവും എടുത്തിട്ട് ഇരിക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ ഇത് എഴുതി വെക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ജസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെക്കുക. അതായത് നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ മെക്സിക്കോ ഫസ്റ്റ് വനിത ക്ലോഡിയ ഷെയിൻബോം അങ്ങനെ എഴുതി വെച്ചാൽ മതി. മൊത്തത്തിൽ അങ്ങനെ എഴുതി വെക്കണ്ട. മെക്സിക്കോ ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റ് ക്ലോഡിയ ഷെയിൻബോം. അപ്പോൾ ഷോർട്ടായിട്ട് എഴുതി വെച്ചാൽ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ വന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വരും. അപ്പം നിങ്ങൾക്കിത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ തോന്നും ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്, അത്രയേ ഉള്ളൂ. നിർബന്ധമായിട്ടും ചെയ്ത് വെക്കണമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അതിന് പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും, നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം നമ്മുടെ കയ്യിലൊരു ബുക്ക് ഉണ്ട്, അത് പിന്നെ നമുക്ക് മറിച്ച് നോക്കാനായാലും ഈ ഇത്രയും വീഡിയോ ക്ലാസ്സുകൾ ഒരു ദിവസം തന്നെ നമ്മൾ ഒരുപാട് കണ്ടൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് മുഴുവൻ ഇരുന്ന് എക്സാം ആവുന്ന സമയത്ത് നോക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. ഒരു കുഞ്ഞു ബുക്ക് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ മതി. മെക്സിക്കോ ഒരു വരയിടുക, ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റ് ക്ലോഡിയ ഷെയിൻബോം അങ്ങനെ എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. ഇത് മാത്രമല്ല എല്ലാ ക്വസ്റ്റ്യനും ഷോർട്ടായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നോട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.